ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്കിതിന് അരി അരക്കേ ദോശമാവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ബ്രെഡാണ് വേണ്ടത് കേട്ടോ. അതിൻ്റെ ആ ഒരു സൈഡൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കുക. ഇത് നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ ഒരു ബൗളിൽ ഒന്ന് മിക്സ് ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ടാൽ മതി. ബാക്കിയൊക്കെ മിക്സിയുടെ ജാറിൽ തന്നെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് റവ ചേർക്കുന്നുണ്ട്. വറുക്കാത്ത റവയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. റവ വറുക്കേണ്ട ആവശ്യമില്ല. ഏത് തരം റവയും നമുക്കിതിലേക്ക് എടുക്കാം. ഇനി ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അരിപ്പൊടി പറഞ്ഞാൽ നമ്മുടെ പത്തിരീൻ്റെ പൊടിയാണ് കേട്ടോ. നൈസായിട്ടുള്ള പൊടി തന്നെ എടുക്കുക. ഇതിലേക്ക് അതേ അളവ് തന്നെ ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർക്കുന്നുണ്ട്. അധികം പുളിപ്പില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം നമ്മൾ ചേർക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ബാക്കി ആവശ്യത്തിന് വെള്ളം നമുക്ക് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ അരച്ച ഈ ഒരു മാവ് ബൗളിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ ഒരു അളവിലാണ് കേട്ടോ. ഒരുപാട് കട്ടിയായിട്ടല്ല മാവ് ഉണ്ടാവേണ്ടത്. കുറച്ച് ലൂസായിട്ട് തന്നെ വേണം നമുക്ക്. ഇഡ്ഡലിയുടെ മാവിൻ്റെ അത്രയും ഒന്നും പാടില്ല കേട്ടോ. അതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് തന്നെ വേണം. ഈ ഒരു പാകത്തിനാണ് മാവ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങൾക്ക് അരച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ അരച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കണം. സോഡാപ്പൊടി ചേർക്കണം കേട്ടോ. സോഡാപ്പൊടി ചേർത്താലേ നമുക്ക് ദോശയുടെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സോഡാപ്പൊടി ഒന്ന് ചേർത്തോട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് മാവ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത്, അതുപോലെ പച്ചമുളക്, കറിവേപ്പിലും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ക്യാരറ്റ്, തക്കാളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മളിവിടെ ബ്രെഡ് ഓംലെറ്റ് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ദോശമാവ് ഇതുപോലെ ദോശ തവയിൽ ഓരോ തവിയായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ. ദോശക്കല്ല് ഒരുപാട് ചൂടായിട്ട് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചുറ്റിച്ചെടുക്കാൻ പറ്റൂല. ഒരു പാകത്തിനുള്ള ചൂടാവുന്ന സമയത്ത് ഇതുപോലെ മാവ് ചുറ്റിച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു നെയ് റോസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3 ദോശക്കുള്ള മുട്ടയുടെ മിക്സാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മുട്ട കൂടുതൽ എടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ അങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. അത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അടച്ച് വെച്ചാൽ തന്നെ മുട്ട നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ഓംലെറ്റ് ദോശയാണ് കേട്ടോ അത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. നിങ്ങൾ മാവ് ഒഴിക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കുക. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന ദോശയുടെ അതേ രീതിയിൽ തന്നെ നല്ല ക്രിസ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് ദോശ വേവുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നെയ്യൊന്ന് കുറച്ചൊന്ന് തൂവി കൊടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ ആ ഒരു മിക്സ് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് തീ കൂട്ടി വെക്കണം. തീ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ മുട്ടയും നന്നായിട്ട് വെന്ത് കിട്ടും. ദോശ നല്ല പോലെ തന്നെ മൊരിഞ്ഞ് കിട്ടും. എന്നിട്ട് തുറന്നിട്ട് നമുക്കിതുപോലെ ചൂടോട് കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ ദോശ ഓംലെറ്റൊക്കെ കഴിക്കുന്ന അതേ ഫീൽ തന്നെയാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എരിവൊക്കെ നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയോ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് പ്ലെയിൻ ദോശ ആയിട്ടോ അതല്ലെങ്കിൽ ചെറിയ ദോശ ആയിട്ടൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കറികളൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് ദോശമാവിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ഇനി ഇത് പ്ലെയിൻ ദോശ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് നെയ് റോസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചുട്ടെടുക്കാം.
എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.